മുസ്ലിം ലീഗ് പാർട്ടിയും മുസ്ലിം ലീഗിന്റെ നേതാക്കളും ഇക്കാലത്ത് മാത്രമല്ല കഴിഞ്ഞ കാലത്തും അത് വളരെ വ്യക്തമാക്കിയ കാര്യവും തന്നെയാണ്. റൈറ്റ്. മലപ്പുറത്ത് നിന്നും അബ്ദുൽ ഹമീദ് എന്ന പ്രേക്ഷകൻ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ അബ്ദുൽ ഹമീദ് പറഞ്ഞോളൂ. ഹലോ അബ്ദുൽ ഹമീദാണ്. പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ വിളിച്ചത് മുസ്ലിം ലീഗിന്റെ നിലപാട് ചരിത്രപരമായൊരു മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ മദ്യം വിരോധിക്കുക എന്നുള്ളതാണ്. അതിന് VM സുധീരനെ പോലത്തെ ജനകീയനായ കേരളത്തിന്റെ KPCC പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ ഒക്കെ പിന്തുണ ഉണ്ടെങ്കിൽ തന്നെ മദ്യ നിരോധനം സമ്പൂർണമായി നടപ്പാക്കുമെന്നാണ് നമ്മളെ പോലത്തെ സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. ശ്രീ നാരായണൻ വെളിയങ്കോട്, ലീഗ് മുമ്പ് എന്ത് നിലപാടെടുത്തു, എന്തുകൊണ്ട് ഇത്രയും നാൾ വൈകി കാത്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഒക്കെ അപ്പുറത്ത് വെച്ച് ഇപ്പോഴത്തെ ലീഗിൻ്റെ നിലപാടിന് തീരുമാനത്തെ സത്യസന്ധമായി കണ്ടുകൊണ്ട് UDFിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എതിർത്ത് നിന്നാൽ ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഒരു പ്രതികൂലമായ ഒരു എതിരാകുന്ന തീരുമാനമെടുക്കാൻ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്കായേക്കില്ല. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഈ തീരുമാനത്തെ സത്യസന്ധമായി കണ്ട് മുസ്ലിം ലീഗിനും VM സുധീരനും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത്, അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഇവർക്ക് പിന്തുണ കൊടുത്തുകൂടെ ഈ വിഷയത്തിൽ? ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ ഇന്നത്തെ പ്രഖ്യാപനം ചരിത്രപരമായിട്ടുള്ള കാപട്യമാണ്. കാരണം ഈ വാറിന്റെയോ മദ്യത്തിന്റെയോ പ്രശ്നം ഇന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതല്ല. ഇവിടെ കഴിഞ്ഞ കൊല്ലം ഈ ബാറുകൾക്കെല്ലാം ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുത്ത് UDF സർക്കാരാണ്. അതിന്റെ മുന്നേ ബാറുകൾക്ക് ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുത്ത് UDF സർക്കാരാണ്. ഈ സമയത്ത് സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് ആ വിധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ ചക്കാളത്തിപ്പോര് നടത്തിയതാണ്. അതുകൊണ്ട് ഇവർക്ക് ആളുകൾക്ക് റിന്യൂ ചെയ്ത് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചിരുന്നത്. സുധീരൻ അടക്കമുള്ള ആളുകൾ ഇത് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട്, അഭിപ്രായത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചവരാണ്. അന്ന് UDFിലെ പ്രബല കക്ഷിയായ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗ് ഒരക്ഷരം ഉരയാടിയില്ല. എന്നാൽ ഈ കോടതിയിൽ നിന്ന് എത്തിയ സമയത്ത് കോടതിയാണ് പറയുന്നത് 418 ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കേണ്ടതില്ല. ഈ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇനി അത് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഘട്ടമെത്തി. ഈ സമയത്താണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ സുധീരന് പിന്തുണമായിട്ട് വരുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ 2 ദിവസം മുന്നേ ഈ കാര്യത്തിൽ ഒരു സുശക്തമായിട്ടുള്ള അഭിപ്രായം ഇവർ പ്രകടിപ്പിച്ചില്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കുറുക്ക് വഴികളാണ്, കുരുട്ട് ബുദ്ധികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാത്തവരല്ലേ ഇവിടുത്തെ ആളുകൾ. ആയതുകൊണ്ട് തന്നെ മദ്യനയം എന്താണ് എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് കേരളത്തിലെ UDF സർക്കാരിന്റെ മദ്യനയം എന്താണ്, വിദേശ മദ്യങ്ങളുടെ കാര്യത്തിൽ എന്താണ് നിലപാട്, ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃതമായ ഷാപ്പുകളുടെ കാര്യത്തിൽ എന്താണ് നിലപാട്, അനധികൃതമായി മദ്യ വിൽപ്പനയെ സംബന്ധിച്ച് എന്താണ് നിലപാട്, കേരളത്തിലേക്ക് സ്പിരിറ്റ് കോടിക്കണക്കിന് ഉൾപ്പെടെ സ്പിരിറ്റ് ഒഴുകുന്നുണ്ട്. ഈ ഒഴുകുന്നത് കർണാടകത്തിൽ മറ്റു സ്ഥലങ്ങളിലാണ്. ഈ കർണാടകത്തിൽ ഈ സ്പിരിറ്റ് കമ്പനികളെല്ലാം നടത്തുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അവരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് സ്പിരിറ്റ് ഇങ്ങോട്ട് വരുന്നത്. അവരുടെ നോക്കേണ്ട പോലീസുകാർ അതിന് ആവശ്യമായിട്ട് ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നില്ല. ഇത് നിർത്തുന്നതിനൊന്നും ചെയ്യുന്നില്ല. ഈ ഓണവും വിഷുവും അതേപോലെ തന്നെ പെരുന്നാളെല്ലാം ആവുന്ന സമയത്ത് ഇത്രയും കൂടുതൽ സ്പിരിറ്റ് ഇവിടേക്ക് വരികയും ഇവിടെ കള്ളത്തരത്തിൽ സ്പിരിറ്റ് വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ബാറുകളെ സംബന്ധിച്ച് അവർ സർക്കാർ കോട്ടയിൽ എടുക്കുന്ന അതിന്റെ 10 ഇരട്ടിയും 15 ഇരട്ടിയും എന്തുകൊണ്ട് വിൽപ്പന അവർ നടത്തുന്നു? അതിനെ സംബന്ധിച്ച് ഇന്നേ വരെ ഈ സർക്കാർ അന്വേഷിച്ചിട്ടുണ്ടോ? ഇത് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, മദ്യത്തിന്റെ ഉപയോഗം കൂട്ടി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് ഇന്ന് മലർപ്പൊടിക്കാരന്റെ ഒരു സ്വപ്നമാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മദ്യ നിരോധനം, പൂർണ്ണ മദ്യ നിരോധനം, ഇത് ആര് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവര് ചില ക്രിസ്ത്യൻ മിഷണറിമാരുടെ കയ്യടി മേടിക്കാൻ ഇവർ തയ്യാറായി. പക്ഷെ അതുകൊണ്ടൊന്നും കേരളത്തിലെ ഈ മദ്യവിപത്തിൽ നിന്ന് ഇവർക്ക് മോചനം നേടാൻ സാധ്യമല്ല എന്നുള്ളൊരു സത്യമാണ്. അതിന് ആവശ്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും പരിപാടികൾ ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് തയ്യാറില്ല എന്നുള്ള മാത്രമല്ല, മദ്യം ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ശ്രമങ്ങളാണ്. അത് ഞാനിതിന് മുന്നേ ചോദിച്ചതുപോലെ തന്നെ മദ്യനിരോധനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നെങ്കിൽ കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അവിഹിതമായി നേടിയിട്ടുള്ള ബാറുകൾ ഞങ്ങൾ വിട്ടുകൊടുക്കുന്നു. ഞങ്ങൾ മദ്യനിരോധനത്തിന് അല്ല, മദ്യം ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ, MLA മാർ അടക്കമുള്ള ആളുകളുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഈ ബാറുകളെല്ലാം ഞങ്ങൾ
വിട്ടുകൊടുക്കുന്നു, ഈ ലൈസൻസ് സർക്കാരിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരനോ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോ തയ്യാറുണ്ടോ എന്ന് ഇത്തരുണത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ ആരും തയ്യാറില്ല എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിന് ഒരു അഭിപ്രായം പറയാതെ കോടതിയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളാണ് ഇത് ആദർശവാദികൾ എന്നെല്ലാം പറഞ്ഞ് മുന്നോട്ട് വരുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. ആലപ്പുഴയിൽ നിന്നും ആഷിഖ് എന്ന പ്രേക്ഷകൻ. ശ്രീ ആഷിഖ് പറഞ്ഞോളൂ. ആലപ്പുഴയിൽ നിന്ന് ഹാഷിമാണ്. ഹാഷിം പറഞ്ഞോളൂ. ഹാഷിമാണ്. ഹാഷിം കേൾക്കാം. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം? പറഞ്ഞോളൂ. സാംസ്കാരിക കേരളമായ ഈ കേരളത്തിൽ 3.5 കോടി ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഈ സാംസ്കാരിക കേരളത്തിൽ ഇത്തരം വിഷയങ്ങളിൽ നല്ലൊരു പ്രതികരണ ശേഷി ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകരും സാംസ്കാരിക നേതാക്കന്മാരും സംഘടനകളും എല്ലാ മതവിഭാഗങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഈ വിപത്തിനെതിരെ അതിശക്തമായി നേരിടുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുള്ള ഐക്യദാർഢ്യം ഈ വിഷയത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അബ്കാരികളും കള്ള വ്യവസായങ്ങളും ഈ കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ കുടുംബജീവിതങ്ങൾ ഭദ്രമാക്കുന്നതിനും ഈ രാജ്യത്ത് നടക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ ഈ കേരള സംസ്കാരത്തെ നിലനിർത്തുന്നതിനും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഈ വിഷയത്തിൽ ബാധ്യത ഉണ്ട് എന്നുള്ള ഒറ്റ ഉറച്ച വിശ്വാസത്തിൽ ഈ പ്രശ്നത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മദ്യവിപത്ത് ഈ രാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റുന്നതിന് നന്ദി ആഷിഖ് പ്രതികരിച്ചതിന്. ശ്രീ ജെയിംസ് കൂടൽ, ഏകോപന സമിതി വീണ്ടും ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോഴുള്ള അഭിപ്രായ വ്യത്യാസം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടുമില്ല. അതിനെല്ലാം പുറമെ UDFിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് സർക്കാരിൻ്റെയും ഒപ്പം കോൺഗ്രസിൻ്റെ മറ്റു മുതിർന്ന നേതാക്കൾക്കെതിരെയും എക്സൈസ് മന്ത്രിക്കെതിരെയും ഒക്കെയുള്ള ഒരു നിലപാടെടുക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണോ? ഇത് ഇപ്പോഴത്തെ LDFും മറ്റുള്ള ആളുകളും ഇത് കഥയറിയാതെ ആക്കം കാണിക്കും. KPCCയില് ഇതുപോലെയുള്ള ഒരു മഹാവിപത്തിനെതിരെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച നടത്തി ഒരു പൊതുവായ തീരുമാനം മുൻകൈയ്യുന്നതിനു വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായി. ആ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ജനാഭിപ്രായത്തോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിനും UDFിനും ഉള്ളത്. ഉമ്മൻചാണ്ടി ഇത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഘട്ടം ഘട്ടമായി കേരളത്തിൽ മദ്യനിരോധനം ഉറപ്പാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. ഈ ഗവൺമെന്റ് നയം വ്യക്തമായി കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം UDFിന്റെ ഭരണപരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുകയാണ്. ഇപ്പോൾ 4-സ്റ്റാർ ഹോട്ടലിൽ വരെ 4-സ്റ്റാർ ഹോട്ടലിൽ മാത്രമേ ബാർ ലൈസൻസ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഈ 412 ബാറുകൾക്കെതിരെ ഹൈക്കോടതിയിൽ ഈ കേസുണ്ടാകുകയും ഈ നിലപാടുണ്ടാകുകയും. അടുത്തതായി UDFിന്റെ നിലപാട് എന്താണ്? 5-സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ കേരളത്തിൽ ബാർ ലൈസൻസ് നൽകുകയുള്ളൂ എന്നാണ് UDF വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന നമ്മൾ കേട്ടതാണ്. ഈ 412 ബാറുകളുടെ മദ്യരോഗികളുടെ വക്കാലത്തുമായിട്ടാണ് ഇന്ന് PB അംഗമായ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പരസ്യമായി രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നത് 30-35 വർഷം പഴക്കമുള്ള ബാറുകളാണ്, അവർക്ക് ലൈസൻസ് പുതിയ നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ ആഭ്യന്തര വകുപ്പ് PB അംഗമായ കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി രംഗത്ത് വന്നത്. അത് കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളിയാണ്. അദ്ദേഹത്തിന്റെ അനുയായിയാണ് ഈ മാതിരി ചാൻസ് വന്നിട്ടുകൊണ്ട് കോൺഗ്രസിനെയും UDFിനെയും കുറ്റം പറയുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ശ്രീ ജെയിംസ് കൂടൽ, പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ VM സുധീരൻ KPCC പ്രസിഡന്റ് ആകേണ്ടി വന്നു കോൺഗ്രസിന്. ഇതിപ്പോൾ ഇതിലൊരു നിലപാട് എടുക്കാൻ സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ, സുധീരന് കീഴടങ്ങാൻ സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാം KPCC പ്രസിഡന്റ് തന്നെ കൊണ്ടുപോകും. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പലപ്പോഴും നേതാവാണ്. കോൺഗ്രസിനെയാണ് ശ്രീ ഉമ്മൻചാണ്ടി റെപ്രസെന്റ് ചെയ്യുന്നത്. KPCCയുടെ തീരുമാനമാണ് ശ്രീ ഉമ്മൻചാണ്ടി നടപ്പാക്കുന്നത്. അല്ലാതെ VM സുധീരന്റെ അഭിപ്രായമോ ശ്രീ ഉമ്മൻചാണ്ടിക്ക് വേറെ അഭിപ്രായമോ എന്ന് വേർതിരിച്ച് കാണുന്നത് തെറ്റാണ്. കോൺഗ്രസ് KPCCയും UDFും എടുക്കുന്ന തീരുമാനമാണ് UDF ഗവൺമെന്റ് നടപ്പാക്കേണ്ടത്. അതാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം.
ആ അഭിപ്രായത്തിൽ മാറി നിന്നുകൊണ്ട് ഒരു ഗവൺമെന്റിനും ഒരു മന്ത്രിക്കും അല്ല ഒരു വ്യക്തിക്ക് പോലും മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. കേരളത്തിലെ KPCCയുടെയും കേരളത്തിലെ UDFന്റെ നിലപാടാണ് UDF ഗവൺമെന്റും കേരളത്തിന്റെ മുഖ്യമന്ത്രി നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസുകാരുടെ അഭിപ്രായം, കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം. അത് തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി LDF സുഖത്തിനെ മാറ്റി വേറെ തിരിച്ചുകൊണ്ട് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന നിലപാട് തെറ്റാണ്. അത് നിങ്ങൾ അപ്പോൾ ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം എത്തും എന്ന് തന്നെ വിശ്വസിക്കാമോ? പറയാമോ? താങ്കളോടാണ് ചോദ്യം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ജനങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്താൻ സാധിക്കുമോ? സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് നടപ്പാക്കിയിട്ടതല്ല. അത് UDFന്റെ നയവുമല്ല. സമ്പൂർണ്ണ മദ്യനിരോധനം ഉടൻ തന്നെ ഈ ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കുക എന്നുള്ളത് UDFന്റെ നിലപാടല്ല. UDFന്റെ നിലപാട് ഘട്ടം ഘട്ടമായി ഇതിന്റെ ദൗർലഭ്യം, ഇതിന്റെ ഘട്ടം ഘട്ടമായി ഇതിന്റെ ആസക്തി, ജനങ്ങളുടെ ആസക്തി കുറച്ചു വന്നുകൊണ്ട് കേരളത്തിൽ മദ്യനിരോധനം നടപ്പാക്കുക എന്നുള്ളതാണ് UDF. ശ്രീ സലീം നാലകത്ത്, സമ്പൂർണ്ണ മദ്യനിരോധനം UDFന്റെ ലക്ഷ്യമല്ല എന്നാണ് ശ്രീ ജെയിംസ് കൂടൽ പറയുന്നത്. മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം സമ്പൂർണ്ണ മദ്യനിരോധനമാണ് എന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇതെങ്ങനെ ഒത്തുപോകും? ഞാൻ അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ. നമ്മളെ സുഹൃത്ത് നാരായണൻ വിളയങ്കോട് സൂചിപ്പിച്ചു, മുസ്ലിം ലീഗിന് അവിഹിതമായി ലഭിച്ച ബാറുകൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? നമ്മുടെ മുമ്പിലൊരു മൈക്കയും അല്ലെങ്കിൽ പറയാനൊരു ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉണ്ടാവുമ്പോൾ എന്തും പറയാമെന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമല്ല. അത് അദ്ദേഹത്തെ കുറ്റം പറയുന്ന കാര്യമില്ല. കാരണം കാക്കക്ക് കൊക്ക് പറക്കില്ല. അദ്ദേഹത്തിന്റെ മൂപ്പന്മാർ അങ്ങനെ ശീലിച്ചു വന്നതാണ്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നു. മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപന നയം അത് മറ്റു പാർട്ടികളുടെ പ്രഖ്യാപന നയമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗ് മദ്യവിമുക്തമായ സംസ്ഥാനം എന്നുള്ള ഒരു ചിരകാല അഭിലാഷത്തിന് വേണ്ടിയുള്ള പുറപ്പാടിലാണ്. അതിന് ആര് വരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആര് വരുന്നുവോ അവരോടൊപ്പം നന്മക്കൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടാവും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചാരായ നിരോധനം എന്ന ചരിത്രപരമായ ഒരു തീരുമാനമെടുത്ത്. വ്യക്തമാണ് താങ്കളുടെ മറുപടി. സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുന്നു. വളരെയധികം നന്ദി ശ്രീ സലീം നാലകത്ത്, നാരായണൻ വെളിയങ്കോട്, ജെയിംസ് കൂടൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതോടെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.